കൊല്ലം ചാത്തന്നൂരിൽ ദേശീയപാതയിൽ കാറിന് തീപിടിച്ച് ഡ്രൈവർ വെന്തുമരിച്ചു. കല്ലുവാതുക്കൽ സ്വദേശിയാണ് മരിച്ചത് എന്നാണ് സൂചന. ആത്മഹത്യയാണ് എന്നാണ് പ്രാഥമിക നിഗമനമെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അരുൺരാജ് വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ചേരുന്നു. അരുൺരാജ്, വിവരങ്ങൾ എന്താണ്? ആത്മഹത്യ എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത് എങ്ങനെയാണ്? മരിച്ചയാളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. അതിന്റെ വിശദാംശങ്ങളും അരുൺരാജ്. റിജിത്ത്, ഇന്ന് വൈകുന്നേരം 7:30യോടെയാണ് കൊല്ലം ചാത്തന്നൂർ കുരിശുമൂടിന് സമീപം ഒരു കാറിന് തീ പിടിക്കുന്നതായി പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് പ്രദേശവാസികളാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത്. ഫയർഫോഴ്സ് എത്തി അവിടെ തീ അണയ്ക്കാൻ ശ്രമിക്കുമ്പോഴേക്കും കാറിനുള്ളിലുണ്ടായിരുന്നയാൾ മരിച്ചിരുന്നു. ഓൾട്ടോ 800 വാഹനമാണ് കത്തിയത്. തുടർന്ന് ഈ പോലീസ് നടത്തിയ പ്രാഥമികമായ അന്വേഷണത്തിലാണ് ഈ CCTV ദൃശ്യങ്ങൾ ലഭ്യമായത്. CCTV ദൃശ്യങ്ങളിൽ കാറ് ദേശീയപാതയുടെ പണി നടക്കുന്ന സ്ഥലത്ത് കൊണ്ടു നിർത്തി ഏറെ നേരത്തിന് ശേഷമാണ് തീ പിടിക്കുന്നതെന്ന് വ്യക്തമായി. പോലീസ് ഈ കാറിന്റെ നമ്പർ അടക്കം പരിശോധിച്ചപ്പോഴാണ് കല്ലുവാതുക്കൽ സ്വദേശിയുടേതാണ് വാഹനമെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇയാളുടെ മരുമകൻ വീട്ടിൽ നിന്ന് ഈ കാർ കൊണ്ടുപോയതായി നിലവിൽ പോലീസ് മനസ്സിലാക്കുന്നുണ്ട്. ഈ മരുമകൻ തന്നെയാണോ കാറിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് എന്ന കാര്യത്തിൽ പോലീസിന് ഇപ്പോൾ വ്യക്തതയില്ല. പക്ഷേ ഇക്കാര്യങ്ങളിൽ പോലീസ് ചില വസ്തുതകൾ ഉറപ്പിക്കുന്നുണ്ട്. കാറിനുള്ളിൽ ഉണ്ടായിരുന്നത് മരിച്ചയാൾ അത് പുരുഷനാണ് എന്നുള്ള കാര്യത്തിലാണ് പ്രാഥമികമായ നിഗമനം. ആദ്യഘട്ടത്തിൽ ഈ കാറിനുള്ളിൽ സ്ത്രീ ഉണ്ടായിരുന്നു എന്ന ഒരു വിവരമാണ് പ്രദേശവാസികൾ കൊടുത്തത്. പക്ഷേ ഈ CCTV ദൃശ്യങ്ങൾ കൂടി ലഭ്യമായതോടെ പോലീസ് പുരുഷനാണെന്ന് ഉറപ്പിച്ചു. പക്ഷേ മരിച്ചയാൾ ആര് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. പോലീസ് ഇപ്പോൾ ഈ സ്ഥലത്ത് പരിശോധന തുടരുകയാണ്. ഈ കാറ് ഏറെ നേരം കത്തി, അതിനുശേഷമാണ് ഫയർഫോഴ്സിന് അവിടെ എത്താൻ സാധിച്ചത്. എന്തായാലും ഫയർഫോഴ്സ് എത്തിയപ്പോഴേക്കും കാറ് പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു. കാറിനുള്ളിൽ ഉണ്ടായിരുന്നയാളും പൂർണ്ണമായും അഗ്നിക്കിരയായിരുന്നു. ശരി, അരുൺരാജ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.